അത്ര സ്മൂത്ത് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഘടകകക്ഷികളുടെ കാര്യത്തിൽ ഇനിയും ചില വ്യക്തതകൾ വരേണ്ടതുണ്ട്. ലീഗിന് 5 മന്ത്രിസ്ഥാനം തന്നെ നൽകും, അത് ഉറപ്പായിരിക്കുന്നു. കോൺഗ്രസ് മുഖ്യമന്ത്രി ഉൾപ്പെടെ 12 മന്ത്രിസ്ഥാനം, കേരള കോൺഗ്രസിനും RSPക്കും CMPക്കും ഓരോ മന്ത്രിസ്ഥാനം നൽകുന്നുണ്ട്. പക്ഷേ തർക്കമുള്ളത് അനൂപ് ജേക്കബിന്റെയും മാണി സി കാപ്പന്റെയും കാര്യത്തിലാണ്. അതിൽ മാണി സി കാപ്പനും അനൂപ് ജേക്കബിനും 2.5 വർഷം വീതം മന്ത്രി സ്ഥാനം പങ്കിടണം, ആ ടേം പങ്കിടണമെന്ന നിർദ്ദേശമാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിൽ മാണി സി കാപ്പന് കടുത്ത അതൃപ്തിയുണ്ട്. അനൂപ് ജേക്കബും നേരത്തെ ഫുൾ ടൈം മന്ത്രിയായിട്ടുള്ള ആളാണ്. അവിടെ നിന്ന് ഈ 2.5 വർഷത്തിലേക്ക് ഒതുക്കുമ്പോൾ അനൂപ് ജേക്കബിനും അതിലൊരു വിഷമമുണ്ട്. പക്ഷേ അദ്ദേഹം ഒരു കടുത്ത നിലപാടൊന്നും ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ മാണി സി കാപ്പൻ തുറന്നു തന്നെ എതിർക്കുകയാണ്. അത് തനിക്ക് അതിന് കഴിയില്ല, 5 വർഷവും വേണമെന്ന നിലപാട് മാണി സി കാപ്പൻ സ്വീകരിക്കുന്നത് UDF-നെ കുഴപ്പിക്കുന്നുണ്ട്. കേരള കോൺഗ്രസും 2 മന്ത്രിമാർ വേണമെന്ന ആവശ്യമാണ്. 7 MLA-മാരുള്ള തങ്ങൾക്ക് 2 മന്ത്രിമാർ വേണമെന്ന ആവശ്യമാണ് ഇപ്പോഴും ഉന്നയിക്കുന്നത്. ഇന്ന് വീണ്ടും ചർച്ചകൾ നടക്കും. കേരള കോൺഗ്രസുമായും ലീഗുമായും മാണി സി കാപ്പനുമായും ഒക്കെ വീണ്ടും ചർച്ചകൾ നടക്കും. അതിൽ അന്തിമ തീരുമാനം ഉണ്ടാക്കാനാണ് നോക്കുന്നത്. കേരള കോൺഗ്രസിനെ ഒരു മന്ത്രിസ്ഥാനത്തിൽ കൂടി നൽകില്ല എന്ന് ഉറപ്പാണ്. പകരം ചീഫ് വിപ്പ് പദവി അവർക്ക് നൽകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. കോൺഗ്രസിലെ മന്ത്രിമാരുടെ കാര്യവും ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്ക് ചർച്ചകൾ നീങ്ങുകയാണ്. രമേശ് ചെന്നിത്തല മുതിർന്ന നേതാവാണ്, ഏറ്റവും മുതിർന്ന നേതാവാണ്. അദ്ദേഹം ആഭ്യന്തര വിജിലൻസ് വകുപ്പുകളുടെ മന്ത്രിയായി VD സതീശൻ മന്ത്രിസഭയിൽ എത്തുമെന്ന് ഇന്നലെ തന്നെ ഉറപ്പായിരുന്നു. കെ മുരളീധരന് പ്രധാനപ്പെട്ട വകുപ്പുകൾ ഉണ്ടാകും. ഒരുപക്ഷെ ആരോഗ്യം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ കെ മുരളീധരൻ, ആരോഗ്യം ദേവസ്വം ഉൾപ്പെടെ വകുപ്പുകൾ കെ മുരളീധരൻ നൽകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. സണ്ണി ജോസഫ് KPC അധ്യക്ഷനാണ്, റവന്യൂ വകുപ്പിലേക്കാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. AP അനിൽകുമാർ നേരത്തെ ടൂറിസം മന്ത്രിയായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അതിലും മികച്ച വകുപ്പുകൾ വേണം എന്ന ആവശ്യമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചത്. സുപ്രധാന വകുപ്പുകൾ വേണമെന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അനിൽകുമാറിന്റെ വകുപ്പുകളുടെ കാര്യം ഇനിയും ധാരണയാകേണ്ടിയിരിക്കുന്നു. PC വിഷ്ണുനാഥ്, കോൺഗ്രസ് വിദ്യാഭ്യാസ വകുപ്പ് ഏറ്റെടുത്താൽ ഒരുപക്ഷെ വിഷ്ണുനാഥിനെ അതിലേക്ക് പരിഗണിക്കാം, അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് PC വിഷ്ണുനാഥിനെ നൽകും. ബിന്ദു കൃഷ്ണ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിരിക്കുന്നു. M ലിജു, നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ എക്സൈസ് അടക്കമുള്ള വകുപ്പുകളാണ് ഇപ്പോൾ ലിജുവിന് വേണ്ടി പരിഗണിക്കപ്പെടുന്നത്. പക്ഷേ മറ്റേതെങ്കിലും വകുപ്പുകളിലേക്ക് മാറിയാലും അത്ഭുതപ്പെടാനില്ല. T സിദ്ദിഖ് മന്ത്രിസഭാ പ്രാതിനിധ്യം പ്രവേശനം ഉറപ്പാക്കിയിരിക്കുന്നു. KC വേണുഗോപാൽ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് T സിദ്ദിഖ്. മലബാറിൽ നിന്നുള്ള മന്ത്രിയാണ്. മാത്രമല്ല വയനാടിനൊരു മന്ത്രി വേണം. പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലമാണ്, അവിടെ ഒരു മന്ത്രി വേണമെന്ന കൃത്യമായ ആവശ്യം KC വേണുഗോപാൽ പക്ഷത്തിൽ നിന്നുണ്ട്. അങ്ങനെയാണ് T സിദ്ദിഖ് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ഉറപ്പിക്കുന്നത്. ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയിൽ ഏറെക്കുറെ പ്രാതിനിധ്യം ഉറപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹം സ്പോർട്സ്, യുവജനകാര്യം അടക്കമുള്ള വകുപ്പുകളാണ് ചാണ്ടി ഉമ്മൻ ലഭിക്കുമെന്ന് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കാര്യത്തിൽ ഒരു ചെറിയ സംശയം ഇപ്പോഴുമുണ്ട്. അദ്ദേഹം മന്ത്രിസ്ഥാനം ആഗ്രഹിച്ച ആളാണ്. പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനത്തേക്ക് തന്നെ വരണമെന്ന നിലപാടുള്ള ആളാണ്.